കേരളത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് വേര് പിടിച്ചു കിടക്കുന്ന, എന്നാൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള കാന്തപുരം AP സുന്നി വിഭാഗവുമായി ബന്ധപ്പെട്ട മതതീവ്രവാദ മതമൗലികവാദ വിഭാഗത്തെക്കുറിച്ചുള്ള ഒരു അൺമാസ്കിംഗ് പരമ്പര നമുക്ക് ചെയ്യേണ്ടി വരും. വഹാബികളെക്കുറിച്ചും മൗദൂദികളെക്കുറിച്ചും ലോകത്ത് നാനാഭാഗത്തുള്ള ഇസ്ലാമിക മതമൗലികവാദ തീവ്രവാദ പൊളിറ്റിക്കൽ ഇസ്ലാം സംഘങ്ങളെക്കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ നമ്മൾ നിരന്തരമായിട്ട് പലപ്പോഴും ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ കേവലം അന്ധവിശ്വാസികളെന്നും കേവലം ഖബർ കച്ചവടക്കാരെന്നും കേവലമായിട്ടുള്ള ഈ ജാറം ബിസിനസ്സുമായിട്ട് നടക്കുന്നവരെന്നും പറഞ്ഞ് അവഗണിച്ചു വിട്ടിരുന്ന ഒരു വിഭാഗത്തിന്റെ ശരിയായ എലമെന്റ്, ശരിയായ തീവ്രവാദ എലമെന്റ്, വർഗീയവാദ എലമെന്റ് ഭീകരമായ രീതിയിൽ ആളുകളെ അപകടപ്പെടുത്താൻ തക്ക തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പൊ ആ ലെയറിനെ കൂടി നമ്മൾ അഡ്രസ് ചെയ്യുകയാണ്. എന്തുകൊണ്ടായിരിക്കാം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട AP സുന്നി വിഭാഗവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീയ ചൂഷണങ്ങളെക്കുറിച്ചും കച്ചവടങ്ങളെക്കുറിച്ചും മക്ബറ കച്ചവടം, കറാമത്ത് കച്ചവടം തുടങ്ങിയിട്ടുള്ള മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ചൂഷണ പരമ്പര നടത്തുന്ന ആ കച്ചവടം നടത്തുന്ന ആളുകളെ പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഒരു കൂട്ടം ആളുകൾ മുഹമ്മദിനെ പറയുമ്പോഴില്ലാത്ത, അള്ളാഹിനെ പറയുമ്പോഴില്ലാത്ത വേദനയും ബേജാറുമായിട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ എന്നോട് ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ ചോദിച്ചു, എന്തുകൊണ്ടാണത്? അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ പറയുന്നു, മുഹമ്മദിനെ കുറിച്ച് പറയുന്നു, അപ്പോഴൊന്നും ഇല്ലാത്ത ഒരിളക്കം എന്തുകൊണ്ടാണ് കാന്തപുരം വിഭാഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. ഇത് ഡയറക്റ്റ് കച്ചവടത്തിലും പോക്കറ്റിലും തട്ടുന്ന കേസായതുകൊണ്ട് ഈ കച്ചവടത്തെ സംരക്ഷിക്കാൻ വേണ്ടി തീറ്റിപ്പോറ്റി വളർത്തി വലുതാക്കിയിട്ടുള്ള ജമിയത്തുൽ ഇഹ്സാനിയ എന്നോ പണ്ട് സുന്നി ടൈഗർ ഫോഴ്സ് എന്ന പേരിലൊക്കെ പ്രവർത്തിച്ചിരുന്ന സംഘങ്ങൾ, അത്തരം സംഘാംഗങ്ങൾ പലയിടത്ത് പല പേരിലായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് നടത്തുന്ന ഏതെങ്കിലും ചൂഷണത്തെക്കുറിച്ചോ ആത്മീയ തട്ടിപ്പിനെ കുറിച്ചോ നമ്മൾ പറഞ്ഞാൽ അപ്പം ഖുർആനെ കുറിച്ച് പറയുന്നതും ഹദീസിനെ കുറിച്ച് പറയുന്നതും പോലെ ആയിരിക്കൂല. ഞങ്ങളെ ഉസ്താദുമാരെ കുറിച്ച് പറഞ്ഞാൽ നീ വെട്ടിക്കിടന്നുറങ്ങൂല എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തി കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്താൻ മാത്രം ഇവർക്ക് ലഭിക്കുന്ന ധൈര്യം, ആ ധൈര്യത്തിന്റെ ഉറവിടം എന്താണ്? അല്ലെങ്കിൽ എന്താണ് ഈ തരത്തിൽ ഇപ്പോ ഇവർ മൗലവിമാർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും നേതാക്കന്മാർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അണികൾ എങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു സംശയം പല ആളുകൾക്കുണ്ട്. അപ്പൊ ആ സംശയത്തിനുള്ള ഉത്തരം തേടുകയാണ് നമ്മൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ചില പ്രസംഗങ്ങളിലൂടെ ഇന്ന് ചെയ്യുന്നത്. ചെറിയ മദ്രസ ക്ലാസ്സുകളിലെ പുസ്തകങ്ങളിൽ പോലും മതം ഉപേക്ഷിച്ചവനെ കൊല്ലണം എന്ന് പച്ചക്ക് എഴുതി വെച്ച് പഠിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് സമസ്ത വിഭാഗം എന്ന് പറയാം, AP വിഭാഗം. EK വിഭാഗം സമസ്തയുടെ ഫിഖ്ഹിലും ഇതേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മറ്റൊരു വിഷയത്തിൽ മറ്റൊരവസരത്തിൽ പരിശോധിക്കേണ്ടതുമാണ്. രിദ്ദത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊന്നുമില്ല, മതം വിട്ടവനെ കൊല്ലണമെന്ന് ഇസ്ലാമിൽ നിയമമൊന്നുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇന്നലത്തെ ലൈവ് കഴിഞ്ഞിട്ട് എന്നെ ഒരു സുഹൃത്ത്, ഒരു മതത്തിലുള്ള സുഹൃത്ത് വിളിച്ച് ചോദിച്ചത് അങ്ങനെ നിയമം ഉണ്ടെങ്കിൽ ജബ്ബാർ മാഷുൽ ഇയാക്കത്തൊക്കെ ഇപ്പൊ ജീവനോടെ ഇരിക്കുമെന്നാണ്. അതേ സമയത്ത് ഇത്തരം അധ്യാപനങ്ങൾ കേരളത്തിൽ പാഠപുസ്തകങ്ങളിൽ അച്ചടിച്ച് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അത് നമ്മൾ വേറെ വിഷയത്തിൽ ചർച്ച ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് AP വിഭാഗം അണികൾ ഈ ഒരു നിലവാരത്തിലേക്ക് എത്തുന്നത്? തീർച്ചയായിട്ടും ഇവരെ ഈ നിലവാരത്തിലേക്ക് എത്തിക്കുന്നത് ഇതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. AP അബൂബക്കർ മുസ്ലിയാർ തുടങ്ങി പേരോടിൽ തുടങ്ങി ഇപ്പോൾ അസ്ഹരി വരെ എത്തി നിൽക്കുന്ന ഈ ആത്മീയ ചൂഷകന്മാരാണ് ഈ മനുഷ്യരെ ഈ മാനസികാവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഇവര് വലിയ നീട്ടി വലിച്ച് വയലു പറയുന്നതിനിടയിലൂടെ മനുഷ്യർക്കിടയിൽ വെറുപ്പും വിഭാഗീയതയും പടർത്താൻ എത്രമാത്രം വിഷമാണ് ഈ ചെറിയ തലക്കെട്ടുകാരുടെ തലച്ചോറിലേക്ക് കുത്തി നിറച്ചിട്ടുള്ളത് എന്നതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ആദ്യമായിട്ട് പറയുന്നത് ഇസ്ലാം മതത്തിനകത്തുള്ള നിസ്കരിക്കാത്ത ആളുകളെ കുറിച്ച് ഇവർ പറയുന്നത് എന്താണ് നമുക്കൊന്ന് കേൾക്കാം. ആദ്യം ഒന്ന് കേൾക്കാം. ഇവരുടെ സാമ്പിൾ, ഇവരുടെ സംസ്കാരം. പരസ്യമായിട്ട് വന്ന് തെറി പറയുന്ന ആളുകൾ, ഹദീസിൽ എഴുതിയതിന് സമാനമായ തെറികളൊക്കെ വിളിച്ചു പറയുക ഈ നൂറ്റാണ്ടിലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം. 6-ാം നൂറ്റാണ്ടിലെ അബൂബക്കർ വിളിച്ചിരുന്ന തെറി 21-ാം നൂറ്റാണ്ടിലെ AP അബൂബക്കർ മുസ്ലിയാരുടെ അണികൾ വിളിക്കുന്നു എങ്കിൽ സഹീഹ് ബുഖാരിയുടെ ക്ലാസ് എടുക്കുന്ന ഏറ്റവും വലിയ മൊയ്ലിയരാണ് AP അബൂബക്കർ മുസ്ലിയാർ എന്ന പേരോടിന്റെ സർട്ടിഫിക്കറ്റും കൂടി അതിനോട് ചേർത്തങ്ങ് വായിച്ചാൽ പേരോട് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആ ഹദീസാണോ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടി വരും. അപ്പൊ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇനി ഇവരല്ലാത്തവരെ കുറിച്ച് ഇവരുടെ അണികളോട് പറഞ്ഞു കൊടുക്കുന്നതും അവരെ കുറിച്ച് ഇവർ സംസാരിക്കുന്ന രീതിയും ശൈലിയും അവരുടെ സംസ്കാരവും ഇവരുടെ നിലപാടും എന്താണ് എന്ന് വെളിവാക്കുന്ന ഒരു 30 സെക്കൻഡ് ആദ്യം നിങ്ങളത് കേൾക്കുക. തീരുമാനം പറയാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഒരു നായന്റെ വില പോലും ഒരു പന്നിന്റെ വില പോലും ഇസ്ലാം നിസ്കരിക്കാത്തവന് കൊടുക്കുന്നില്ല. നിസ്കരിക്കാത്ത മനുഷ്യനെ സ്നേഹിച്ചുകൂടാ. ഒന്നുകൂടി പറയട്ടെ, നിസ്കരിക്കാത്തവന്റെ സലാം മടക്കേണ്ടതില്ല. നിസ്കരിക്കാത്തവൻ വന്ന് സലാം പറഞ്ഞാൽ സലാം മടക്കേണ്ടതില്ല. അവനോട് സലാം പറയേണ്ടതില്ല. നിസ്കരിക്കാത്ത മനുഷ്യൻ ഇസ്ലാമിൽ ഒരു വിലയുമില്ല. ഇത് ഇവരുടെ സംസ്കാരമാണ്. ഇത് ഒരു വയല് പറയല്ലേ, ഖുർആനും ഹദീസൊക്കെ ഓതി പറയുന്ന വയലായതുകൊണ്ടാണ് ഈ നിലവാരം. ഇത്രയെങ്കിലും
നിലവാരം ഇവർ കാണിക്കും. ഇവർ 1-on-1 സംസാരിക്കേണ്ടി വരുമ്പോൾ എത്ര വലിയ മൂല്യരാണെങ്കിലും ബാക്കവിയാണ്, സക്കാഫി അല്ല ബാക്കവി ആണെങ്കിലും ഇവരുടെ നിലവാരം എന്തായിരിക്കും എന്ന് നമ്മൾ പലതവണ കേട്ട് കഴിഞ്ഞതാണ്. അപ്പൊ ചിലപ്പം വിശ്വാസികൾ വന്ന് കമന്റ് ബോക്സിൽ ചോദിക്കും, അത് ഇസ്ലാമിനകത്തുള്ള നിയമത്തെക്കുറിച്ചല്ലേ പറയുന്നത്, ഇസ്ലാമിനകത്തുള്ള നിയമത്തെക്കുറിച്ച് മുസ്ലിങ്ങളോട് മൗലിയർക്ക് പറയാൻ അവകാശമല്ലേ, അതിലെന്തിനാണ് നിങ്ങൾ അസ്വസ്ഥത കാണിക്കുന്നത്, അതും നിങ്ങളുമായിട്ട് എന്താ ബന്ധം എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവരുടെ സാമൂഹികവും വ്യക്തിപരവുമായ ബന്ധങ്ങൾ, സ്നേഹം, വെറുപ്പ് തുടങ്ങിയിട്ടുള്ള സകല ബന്ധങ്ങളും ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലാണ് എന്നത് ഇസ്ലാമിന്റെ കുറവാണെങ്കിൽ AP കളല്ലാത്തവരൊക്കെ വെറുക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് AP സുന്നികൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അണികളായിട്ടുള്ള ചില മൗലവിമാര് യൂട്യൂബ് വീഡിയോകളിൽ വയലു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു മുജാഹിദോ ജമാഅത്തോ പുത്തൻവാദിയോ ആശയക്കാരായിട്ടുള്ള ആരെങ്കിലും ഒരു ബസ്സിന്റെ പിൻവാതിലൂടെ കയറിയാൽ ആ ബസ്സിന്റെ മുൻവാതിലൂടെ AP കാരൻ കയറരുത് എന്ന് പറയുന്ന വർഗീയവാദികൾ, മുജാഹിദ് ജമാഅത്തെ പോലെയുള്ള പുത്തൻവാദികളായിട്ടുള്ള ഇവർ പുത്തൻവാദികളെന്ന് ആക്ഷേപിക്കുന്ന പ്യൂരിറ്റൻ ഇസ്ലാമിന്റെ ആളുകൾ, ഇസ്ലാമിനകത്ത് തന്നെയുള്ള AP ഒഴികെയുള്ള വിഭാഗങ്ങൾ ആരെങ്കിലും മരിച്ചാല് ആ മയ്യത്തിനോട് മതപരമായി പാലിക്കേണ്ട ഒരു മര്യാദയും പാലിക്കേണ്ട, അതിനൊരു കുഴിക്കാണ് തട്ടിയിട്ടാളി, അതിനെ കുളിപ്പിക്കൊന്നും വേണ്ട എന്ന് പ്രസംഗിക്കുന്ന മൊലിയരൂട്ടികളെ ഈ AP വിഭാഗത്തിന്റെ മർക്കസിൽ നിന്ന് പടച്ചിറക്കി പുറത്തു വിട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, സക്കരിയ സലാഹി എന്ന് പറയുന്ന ഒരു വഹാബി പണ്ഡിതൻ, അദ്ദേഹം AP വിഭാഗത്തിന് വലിയ തലവേദന ഉണ്ടാക്കിയിരുന്ന ഒരു മൗലിയരാണ്, ഒരു മൗലവിയാണ്. അദ്ദേഹത്തിന്റെ മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹത എനിക്ക് തോന്നുന്നുണ്ട്, എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല, എന്റെ സംശയമാണ്. എനിവേ അദ്ദേഹം മരിക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞവർ, തക്ബീർ ചൊല്ലിയവർ ഈ AP വിഭാഗത്തിൽ ഉണ്ട്. അവസാനം പരസ്യമായിട്ട് ഒരു ആളുടെ മരണത്തിൽ, അതും വിശ്വാസിയായിട്ടുള്ള ഒരാളുടെ മരണത്തിൽ ദൈവത്തിന് സ്തുതിച്ചതിന്റെ പേരിൽ ആ പണ്ഡിത നേതാവിന്, അല്ലെങ്കിൽ ഇന്നത്തെ സാക്ഷാൽ AP അബൂബക്കർ മുസ്ലിയാർക്ക് തന്റെ അണികളെ പരസ്യമായി ശാസിക്കേണ്ട ഗതികേട് ഇവർക്കുണ്ടായി. അപ്പൊ നിങ്ങൾ ഒരു തീവ്രവാദത്തിന്റെ ആശയം, തീവ്രവാദ മനോഭാവം, മറ്റു മനുഷ്യരെ കുറിച്ചുള്ള വെറുപ്പ്, അവരെ തെറി വിളിക്കാനുള്ള താല്പര്യപ്പെടുത്തൽ, ഇങ്ങനെയൊക്കെ നിങ്ങൾ വളർത്തി വരുമ്പോൾ അത് നിങ്ങൾ വിചാരിച്ച കൺട്രോളിൽ എല്ലാ സമയത്തും കിട്ടിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ഇതേ അർത്ഥത്തിൽ ഇസ്ലാമിനെ സംരക്ഷിക്കാനും നേതാവിനെയും മതത്തിനെയും സംരക്ഷിക്കാനും വേണ്ടി പണ്ട് തട്ടിക്കൂട്ടിയ ടൈഗർ സുന്നി ഫോഴ്സിന്റെ കൈകൾ ചേകനൂർ മൗലവിയുടെ തിരോധാനത്തിന് പിന്നിലുണ്ട് എന്നതാണ് പൊതുവെ എല്ലാവരും വിശ്വസിക്കുന്നതും അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഉയർന്നു വന്നതും. AP അബൂബക്കർ മുസ്ലിയാരുടെ പേരിലേക്ക് വരെ ആരോപണങ്ങൾ അക്കാലത്ത് നീണ്ടിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പിടിക്കപ്പെട്ടതും ശിക്ഷിക്കപ്പെട്ടതൊക്കെ പിടിക്കപ്പെട്ടതും ട്രയൽ നടന്നതും ഒക്കെ, ഹൈക്കോടതിയിൽ ശിക്ഷിക്കപ്പെട്ടതൊക്കെ ഈ വിഭാഗത്തിന്റെ ആളുകളായിരുന്നു എന്നതും ഒരു വസ്തുതയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് നിസ്കരിക്കാത്ത മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിങ്ങളെ കുറിച്ച് മുസ്ലിങ്ങൾ പറയണല്ലേ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കേണ്ട, AP കളല്ലാത്തവരെ കുറിച്ചൊക്കെ ഇവർക്കുള്ള നിലപാട് എന്താണ് എന്ന്, അത് ആരെക്കുറിച്ചൊക്കെയാണെന്നും ഇവരുടെ സ്നേഹവും വെറുപ്പും ഇവരെങ്ങനെയാണ് തരം തിരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നും വേറൊരു വീഡിയോയിൽ നിന്ന്, ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് കേട്ടോളൂ. ഇന്ന് പേരോടിന്റെ ദിവസം. മനുഷ്യന്റെ ഈമാൻ ഏറ്റവും പരീക്ഷിക്കപ്പെടുന്ന സ്ഥലം, ഓ സഹോദരന്മാരെ, കൊടുതിയും തടയലും സ്നേഹവും വെറുപ്പുമാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാനത് അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകം ഉദ്ധരിക്കാം. മൻ അഹബ്ബ ലില്ലാഹി വഅബ്ഗദ ലില്ലാഹി വഅതാ ലില്ലാഹി വബനാ ലില്ലാഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചു. അപ്പൊ ഇനി അള്ളാന്റെ റസൂലിന്റെ വചനത്തെ കൂട്ടുപിടിച്ച് ഇയാൾ പറയാണ്, ഒരാളുടെ ഈമാൻ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് നിങ്ങളുടെ കൊടുതിയും തടയലുമാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരെയൊക്കെ എന്തൊക്കെ കാര്യത്തിൽ സഹായിക്കുന്നു, ആരെയൊക്കെ എന്തൊക്കെ കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, തടയുന്നു, നിങ്ങൾ ആരെയൊക്കെ സ്നേഹിക്കുന്നു, ആരെയൊക്കെ വെറുക്കുന്നു, ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം എന്നാണ് തുടക്കത്തിൽ അദ്ദേഹം പറയുക. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ് കയറിപ്പോകുമ്പോ അള്ളാഹുവിന് വേണ്ടി മുസ്ലിമിനെ സ്നേഹിക്കുക എന്നതിൽ നിന്നൊക്കെ മാറി AP സുന്നികൾ മാത്രം സ്നേഹിക്കപ്പെടുക, പരസ്പരം ബഹുമാനിക്കുകയും മറ്റുള്ള മനുഷ്യരൊക്കെ വെറുക്കപ്പെടേണ്ടവരാണ് എന്ന്, അത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് എന്ന് മനുഷ്യരെ വെറുക്കാൻ പരിശീലിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ വെള്ളവസ്ത്രധാരി. ഈ സദസ്സിലുള്ള നിങ്ങളെ ഞാൻ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കണം, നിങ്ങൾ എന്നെ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കണം, പരസ്പരം അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കണം. അതാണ് ഈമാനിന്റെ ലക്ഷണം. മൻ അഹബ്ബ ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി ഒരാൾ സ്നേഹിച്ചു, വഅബ്ഗദ ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി വെറുത്തു. അപ്പൊ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചു, അള്ളാഹുവിന് വേണ്ടി വെറുത്തു. ഇനി നിങ്ങൾ കേട്ടോ, കാറ്റഗറി തിരിച്ച് ഇയാൾ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചു, അള്ളാഹുവിന് വേണ്ടി വെറുത്തു എന്നതിന് AP ഉസ്താദിന് വേണ്ടി സ്നേഹിച്ചു, APക്ക് വേണ്ടി വെറുത്തു എന്ന നിലവാരത്തിലേക്ക് കുട്ടികളുടെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ കേട്ടോ, ഞാൻ വെറുതെ പറയല്ല. അയാൾ ഒരു മുഅ്മിനായത് കൊണ്ട് സ്നേഹിച്ചു, അദ്ദേഹം സുബ്ഹിന്റെ ജമാഅത്തിൽ വരുന്നത് കൊണ്ട് സ്നേഹിച്ചു, സുന്നത്ത് നിസ്കരിക്കുന്നത് കൊണ്ട് സ്നേഹിച്ചു, അദ്ദേഹം താടി വളർത്തുന്നത് കൊണ്ട് സ്നേഹിച്ചു, അദ്ദേഹം തലമറച്ച് നിസ്കരിക്കുന്നത് കൊണ്ട് സ്നേഹിച്ചു, അദ്ദേഹം സുന്നത്ത് ജമാഅത്തുകാരനായത് കൊണ്ട് സ്നേഹിച്ചു, അദ്ദേഹം അമ്പിയാക്കളെ ഔലിയാക്കളെ മദ്ഹ് പറയുന്നവനായത് കൊണ്ട് സ്നേഹിച്ചു, അവൻ ബാപ്പനെയും ഉമ്മനെയും അനുസരിക്കുന്ന മകനായത് കൊണ്ട് സ്നേഹിച്ചു, അവൻ നന്നായി ദീനിന് വേണ്ടി ശ്രമിക്കുന്ന പ്രവർത്തകനായത് കൊണ്ട് സ്നേഹിച്ചു. അങ്ങനെ സ്നേഹം അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചു.
അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചു. ഇനി അള്ളാഹുവിന് വേണ്ടി വെറുത്തു. അതായത് മുസ്ലിമിനെ സ്നേഹിക്കുക, അതും കഴിഞ്ഞ് സുന്നത്ത് ജമാഅത്തുകാരനെ സ്നേഹിക്കുക, താടി നീട്ടിയവനെ സ്നേഹിക്കുക. നോക്കൂ, വസ്ത്രധാരണവും വേഷഭൂഷാദികളും ഇസ്ലാമിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവരുടെ ആശയവും സംഘടനാ പ്രവർത്തനവും നോക്കി മനുഷ്യരെ സ്നേഹിക്കണം എന്ന് പറയുക. എന്നിട്ട് ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് മറ്റുള്ളവരെ കുറിച്ച് ആക്ഷേപം പറയാം. ഇവര് മുസ്ലിങ്ങളെ കുറിച്ച് അല്ലാത്തവരെ വെറുക്കണം എന്ന് തന്നെ പഠിപ്പിക്കുന്നത്. അത് മുസ്ലിമിനെ അല്ലാത്തവരെ വെറുക്കണം, അള്ളാഹുവിന് വേണ്ടി വെറുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് AP ഉസ്താദിനെ അംഗീകരിക്കാത്തവരെ വെറുക്കണം എന്ന നിലവാരത്തിലേക്ക് ഈ വ്യക്തി പോകുന്നത് നിങ്ങൾ കേട്ടോളി. അള്ളാഹുവിന് വേണ്ടി വെറുക്കണം. അവൻ അള്ളാഹുവിന്റെ ദീനുമായ ഒരു ബന്ധവുമില്ലാതെ ചെമ്മാടിയായി നടക്കുന്നു, അല്ലെങ്കിൽ അവിശ്വാസിയായി നടക്കുന്നു. അവൻ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നു, വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തുന്നു. അപ്പൊ അവിശ്വാസികളെ വെറുക്കണം, മുർത്തദിനെ വെറുക്കണം, വിശ്വാസമില്ലാത്തവരെയും അമുസ്ലിമീങ്ങളെയും വെറുക്കണം. ഇതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇനി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് AP അല്ലാത്ത എല്ലാവരെയും വെറുക്കണം തന്നെ പറയാം. കേട്ടോളൂ. നബിതങ്ങൾ അതാ നമ്മളെ പോലൊരു മനുഷ്യനാണെന്ന് പറയുന്നു. പടച്ചവന് കയ്യും കാലും കാലും തണ്ടയും കണ്ടങ്കാലും ശരീരവും ഉണ്ടെന്ന് വാദിക്കുന്നു. പടച്ചവൻ കസേരയിൽ ഇരിക്കുന്നു, കയറുന്നു, ഇറങ്ങുന്നു എന്ന് വാദിക്കുന്നു. ാണെന്ന് പറയുന്നു. അമ്പിയാക്കൾ നമ്മളെ പോലത്തെ മനുഷ്യനാണെന്ന് വാദിക്കുന്നു. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ ദീനിലുള്ള നിസ്കാരത്തിന്റെ റക്കയത്ത് വെട്ടി ചുരുക്കുന്നു, ഖുതുബയുടെ ഭാഷ മാറ്റിമറിക്കുന്നു. അവൻ അതാ ദീനിൽ ഫസാദും ഫിത്നയും ഉണ്ടാക്കുന്നു. അതിന്റെ പേരിൽ വെറുക്കുന്നു. മന്നഹബ്ബലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി ഒരാളെ സ്നേഹിച്ചു, അല്ലാഹുവിന് വേണ്ടി വെറുത്തു. ഇപ്പൊ ഇതിൽ ആരൊക്കെ പെട്ടു എന്നറിയോ? മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, അതുപോലെയുള്ള എല്ലാ വിഭാഗം ആളുകളും പ്ലസ് ശേഖരൂരിനെ പോലെയുള്ള ആളുകൾ, ഖുർആനിന്റെ ആശയ വായനക്കാർ, ഇവരെല്ലാവരും പെട്ടു. ഇവരെല്ലാവരെയും വെറുക്കുകയും AP ഉസ്താദിന്റെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന സുന്നികളെ മാത്രം സ്നേഹിക്കുകയും ചെയ്യുക എന്നതാണ് ഇവർ പഠിപ്പിക്കുന്ന സംസ്കാരം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് ഒരു രീതി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെറിയ കുട്ടികള് ഇവരിത് ഓപ്പൺ സ്റ്റേജിൽ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഇവരുടെ ഇൻക്യുബേഷനിൽ കിടക്കുന്ന കുട്ടികളെ ഇവരിത് എങ്ങനെയായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക? അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ചെറിയ പ്രായത്തിൽ ചെറിയ കുട്ടികളുടെ മുമ്പിൽ ഇവർ എന്തായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക? പരസ്യമായിട്ട് വയല് പറഞ്ഞ് യൂട്യൂബിലിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഇവർക്ക് ഇത്രയും പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ. ഇനി അടുത്തത്, ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി? അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു, അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല, അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. നോക്കൂ, ഇത് AP വിഭാഗത്തിന്റെ മദ്രസയിലെ ഓൺലൈൻ ക്ലാസ് നടന്നിരുന്ന കാലത്ത് കോവിഡിന്റെ സമയത്ത് വന്ന ഒരു ക്ലാസ് ആണ്. 12ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫിഖഹിലെ 10ാമത്തെ പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ് മൊയ്ലിയാർ. നമ്മുടെ നാട്ടുകാരനാണ്, കുമരംപുത്തൂർക്കാരനാണ് ഈ മൊയ്ലിയാർ. ഇത് ഇവരുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിച്ചു വന്ന വീഡിയോ. ആ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ആ വീഡിയോ കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് വെക്കുകയും കൃത്യമായിട്ട് ആ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ കുഞ്ഞു മനസ്സുകളിൽ വിഷം നിറക്കുന്നവർ എന്ന് പറഞ്ഞ വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു. അതിനോടുള്ള പ്രതികരണം അത് വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ഈ വീഡിയോയും അതിൽ മുറിച്ചെടുക്കപ്പെട്ട ക്ലിപ്പുകളും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വിവാദമാവുന്ന ഘട്ടത്തിലേക്ക് പോയി. ഉടൻ തന്നെ ഇവർ ആ വീഡിയോ പിൻവലിച്ചു. 12 വയസ്സുള്ള കുട്ടികളെ ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ അവനെ കൊന്നുകളയണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് പഠിപ്പിക്കാൻ ഇവർക്ക് എവിടുന്ന് ധൈര്യം കിട്ടും? ഇവർ പറയുന്നത് ഇസ്ലാമിലെ ഈ അമീർ കൊല്ലണം, ഇമാമ് കൊല്ലണം, അവിടുത്തെ ഭരണാധികാരി ശിക്ഷ വിധിക്കണം എന്നാണെങ്കിൽ അതും ഇന്ത്യയിലെ ഭരണഘടനയ്ക്ക് കീഴിൽ ജീവിക്കുന്ന കുട്ടികളുടെ തലച്ചോറിലേക്ക് കയറ്റിവെക്കുന്നതിന്റെ യുക്തി എന്താണ്? ഇതിലൂടെ ഇസ്ലാമിൽ അങ്ങനെ നിയമമുണ്ട് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നു. നമ്മൾ ചോദിച്ചാൽ പറയും, ഇല്ല, മുർത്തദിനെ കൊല്ലണം എന്ന് നിയമമില്ല, ഇസ്ലാമിലില്ല എന്ന് പറയും. ഇസ്ലാമിലില്ലാത്ത സാധനം മദ്രസയിലെ 10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ പഠിപ്പിച്ചു കൊടുക്കും. 12ൽ ഇത് AP പുസ്തകത്തിലുണ്ട്, EK പുസ്തകത്തിലും ഉണ്ട്. EK സുന്നികൾ കുറച്ച് യുക്തി പ്രയോഗിച്ചിട്ടുണ്ട്. റിദ്ദത്ത് വേറെയും റിദ്ദത്തിനുള്ള ശിക്ഷ വേറെയും അധ്യായത്തിലാക്കിയിട്ടുണ്ട് എന്ന് മാത്രം. അന്ന് വിവാദമായപ്പോൾ ആ വീഡിയോ പിൻവലിച്ചെങ്കിലും പാഠഭാഗം കിതാബിലുണ്ട്. ഇനി ആ കിതാബ് എന്നത് പിൻവലിച്ചാലും ഇസ്ലാമിലെ നിയമമുണ്ട്. അപ്പം മനുഷ്യരെ, നമ്മളല്ലാത്തവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ്, നികൃഷ്ട ജന്മങ്ങളാണ്, പട്ടീനേക്കാളും മോശമാണ്, പന്നീനേക്കാളും മോശമാണ് എന്ന് പറഞ്ഞ് മനുഷ്യരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഈ പ്രത്യയശാസ്ത്രം, ഇതിന്റെ പ്രചാരകർ, എന്നിട്ട് ഇവരെ തന്നെ വിളിക്കും സമാധാനത്തിന്റെ മതം, രക്ഷയുടെ മതം. പേരോടിന്റെ അണികൾ ഉത്സാഹിച്ചാൽ പേരോടിന്റെ സകല സാധനങ്ങളും കുത്തിപ്പൊക്കി പുറത്തിടും. അതിനധിക സമയമൊന്നും വേണ്ട, അതിനങ്ങ് മെനക്കെട്ടിരുന്നാലും കുഴപ്പമില്ല. ഇദ്ദേഹത്തിന്റെ വയലുകൾ 5-6 മണിക്കൂർ, 3-4 മണിക്കൂറൊക്കെയാണ് പ്രസംഗങ്ങൾ ഉണ്ടാവുക. എന്നാലും കുഴപ്പമില്ല, പഴയ CD-കളും സംഘടിപ്പിക്കാൻ തയ്യാറാണ്, കേൾക്കാം, റെക്കോർഡ് ചെയ്യാം. ഈ നീട്ടി വലിച്ചു പറയുന്ന 2 മണിക്കൂറും 2.5 മണിക്കൂറിനും ഇടയിലൂടെ ഇഞ്ചക്ട് ചെയ്തിരിക്കുന്ന തീവ്രവാദം എത്രയാണ് എന്ന് നമുക്ക് ഇന്ന് തന്നെ ഞാൻ ചില തെളിവുകളും കൂടി നിങ്ങൾക്ക് തരാം. വെറുതെ AP കുട്ടികൾ ദേഷ്യം വന്നിട്ട് തെറി വിളിക്കാൻ തോന്നുന്നുണ്ടോ? അത് അവരുടെ തലയിൽ കുത്തി നിറക്കുന്നത് ഈ മത നേതൃത്വമാണ്, ഈ പണ്ഡിതന്മാരാണ്. അതിനവർ വായിക്കുന്നത് ഈ ഫിഖ്ഹും ഹദീസും പിന്നെ ഖുർആനും തഫ്സീറും ഒക്കെയാണ്. ഇവർ പഠിപ്പിച്ചതാണ് അണികൾ പാടുന്നതും തെറി വിളിക്കുന്നതും. കാരണം AP ഉസ്താദ് സഹീഹ് ബുഖാരിന്റെ ക്ലാസ്സാണ് കുട്ടികൾക്ക് എടുത്തു കൊടുക്കണമെന്നാണ് പറഞ്ഞു കേട്ടത്.
സഹീഹുൽ ബുഖാരിയിലുള്ളതാണ് ഹദീസ്. നിങ്ങൾ ലാത്തയുടെ ആ സംഭവം അബൂബക്കർ ഉർവയോട് പറഞ്ഞത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വീട്ടിലുള്ള സ്ത്രീകളെ കുറിച്ച് ഇവരുടെ അണികൾ വളവള പറയുന്നത്. അപ്പൊ ഇനി എന്തിനാണ് മുർത്തദിനെ കൊല്ലണം എന്ന് മദ്രസയിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അത് ഇന്ത്യയിൽ ആ നിയമമില്ലാന്നും ഇന്ത്യയിൽ ഇസ്ലാമിക രാജ്യമൊന്നും ഇല്ല എന്നൊക്കെ അവർക്ക് അറിയാം. പക്ഷെ എന്തിനാ പഠിപ്പിക്കുന്നത്? ഉസ്താദാണെങ്കിൽ അതും തുറന്നു പറഞ്ഞു എന്തിനാന്നുള്ളത്. കേട്ടോളി. എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞ് ഒരു അക്രമമാണ് അത്? അല്ല. ഏയ്, മതം വിടുന്ന ആളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അക്രമാവുക? അതൊരു കെട്ടിപ്പിടുത്തോ ഒരു ഫ്രഞ്ച് കിസൊക്കെ അല്ലേ ആവുന്നുള്ളൂ. മതം വിട്ടതിന് ഒരാളെ കൊല്ലുന്നത് എങ്ങനെ അക്രമാവുക? നിങ്ങൾ പറയും. എന്റെ നാട്ടുകാരനായി പോയി. ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം, ഞാൻ എന്റെ മതം ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എന്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ്. അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ, ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്തിനാ ചെറിയ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഞാൻ മതം ഉപേക്ഷിച്ചാൽ നരകത്തിൽ എനിക്ക് ശിക്ഷ കിട്ടും എന്ന് മാത്രമല്ല, ഞാൻ ഒരു ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ എന്നെ കൊല്ലാൻ ഇസ്ലാമിലെ ഭരണാധികാരിക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മനുഷ്യനായി ഭൂമിക്ക് മേൽ ജീവിക്കാൻ അർഹതയില്ലാത്തവനായിട്ടാണ് മുസ്ലിം ലോകം എന്നെ പരിഗണിക്കുന്നത് എന്ന ഒരു ബോധം ചെറിയ മനസ്സിൽ കുത്തി നിറക്കാൻ വേണ്ടിയിട്ടാണ്, അവനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, മുർത്തദ്ദാവുന്ന കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നുമായി ബന്ധപ്പെട്ട പ്രവർത്തനമോ സംസാരമോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അത്തരം മതത്തിനെ കുറിച്ച് ഒരു സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംശയം പോലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കുട്ടികളെ അവരുടെ ചിന്തയെ ഷണ്ഡീകരിക്കാനും അവരെ ഭീഷണിപ്പെടുത്താനുമാണ് ഈ സാധനം പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഇവിടെ ഇവരുടെ തല്ലലും കൊല്ലലും നടക്കൂല. കാളി എന്തായാലും ഇവിടുത്തെ ഭരണാധികാരി എന്തായാലും ഇസ്ലാം ഉപേക്ഷിച്ച് ആളെ കൊല്ലൂല എന്ന് ഇവർക്കറിയാം. അപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ സൈക്കോളജിയാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഓരോ കുട്ടിക്കും ഞാൻ മതം വിട്ടാൽ ഞാൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന ഒരു ഭീതി അതിനകത്ത്, ഞാൻ ഏത് നിമിഷവും മതം വിട്ടാൽ ഞാൻ മരിച്ചു പോകും എന്നൊരു പേടി ഉണ്ടാക്കുക. രണ്ടാമത്തത്, മതം വിടുന്ന ആളുകൾ അല്ലെങ്കിൽ മതം ഉപേക്ഷിക്കുന്ന ആളുകൾ അവരെന്നോ കൊല്ലപ്പെടേണ്ടവരാണെന്നും അവരേറ്റവും നികൃഷ്ടരാണെന്നും അവരോട് ഒരു തരത്തിലും സഹകരിക്കാനോ അവരോട് സ്നേഹം പ്രകടിപ്പിക്കാനോ അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം പുലർത്താനോ പാടില്ല എന്ന ആ മനുഷ്യരോടുള്ള വെറുപ്പ് എല്ലാവരിലും ഉൽപ്പാദിപ്പിച്ചു വെക്കുക. ഇതും ഇവരുടെ ലക്ഷ്യമാണ്. ഈ രണ്ട് ലക്ഷ്യത്തിനാണ് ഇവരിത് പഠിപ്പിക്കുന്നത്. ഇനി നേരത്തെ പേരോട് പറഞ്ഞത് നിസ്കരിക്കാത്തവന് പട്ടിയുടെ പോലെ വില പോലും ഇല്ല, അതേപോലെ തന്നെ പന്നീന്റെ വില പോലും ഇല്ല എന്നല്ലേ. എന്നാൽ നിസ്കരിക്കാത്തവനെയും കൊല്ലണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. ഇവരെടുത്ത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കൊല്ലലാണ്. അത് കിതാബിൽ എഴുതിയിട്ടുണ്ട്. വയലും പറയും, കുട്ടികളെ പഠിപ്പിക്കും. ഇതെന്ത് മതാണപ്പാ? ഇങ്ങനെ ഒരു മതപഠനം. കേട്ടോളൂ. നിസ്കരിക്കാത്തവൻ അവന്റെ സ്വന്തം മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള അധികാരം പോലുമില്ല. ഇസ്ലാമിന്റെ ഭരണാധികാരമുള്ള രാജ്യമാണെങ്കിൽ, ഇസ്ലാമിന്റെ കോടതിയുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ഇസ്ലാമിന്റെ കോടതിയിലെ ഖാദി നിക്കാഹ് ചെയ്തു കൊടുക്കുകയല്ലാതെ അതേ നിസ്കരിക്കാത്ത മനുഷ്യന് അതാ മകളെ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും അവരൊറ്റ മകള് മാത്രമേ ഉള്ളൂ എങ്കിലും സ്വന്തം മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അധികാരമില്ല. അത്രയും വലിയ ഫാസിഖാണ് നിസ്കാരം ഒഴിക്കുന്നവൻ കേട്ടോ. നിസ്കരിക്കാത്തവന് സ്വന്തം മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള വലിയായിട്ടിരിക്കാനുള്ള അവകാശം പോലും ഇല്ല. അത് പള്ളിക്കത്തെ ഖാദി നിർവഹിക്കും എന്നാണ് ഇവർ പറയുന്നത്. ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിയിട്ട് ഈ മതസമൂഹം നടപ്പിലാക്കുന്ന നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വന്തം മകളുടെ കല്യാണം നിസ്കരിക്കാത്ത വാപ്പയാണെങ്കിൽ ഇജോണ്ട് മാറിക്ക് ഖാദിയരുണ്ട്, അവിടെ ഖാദിയർ നിക്കാഹിൽ കൊടുക്കുന്നു. ഇതിന്റെ പേരെന്താണ്? കഴിഞ്ഞോ? നിക്കാഹ് നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള അവസരം നിഷേധിക്കുക മാത്രമാണോ? അവനെ കൊല്ലണ്ടേ എന്നാണ് ഉസ്താദ് ചോദിക്കുന്നത്. തങ്ങളുടെ അഭിപ്രായത്തിലോ നിസ്കരിക്കാത്തവൻ കാഫറാണെന്ന് പറയേണ്ട, പക്ഷേ ഇസ്ലാമിന്റെ ഭരണകൂടമുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ജഡ്ജി വിധിക്കണം, അവന്റെ തലവെട്ടാൻ വിധിക്കണം. അപ്പൊ നിസ്കരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ ഓനെ തലവെട്ടാൻ ജഡ്ജി വിധിക്കണം എന്നാണ്. ഇനി ഇവര് മേമ്പടിയായിട്ട് പറയാ ഇസ്ലാമിക ഭരണം ഉണ്ടെങ്കിൽ ഇസ്ലാമിക ജഡ്ജി വിധിക്കണം. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്, അതിവിടെ നടപ്പിലാക്കാൻ പറ്റൂല. എന്നിട്ടും ഇത് പറയണ എന്തിനാ? ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ നിയമം, ഇസ്ലാമിന്റെ കോണം ഇതാണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് ഇവരോട് ഇങ്ങനെ ചോദിച്ചാൽ പറയും ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല, ലാ ഇക്രാഹ ഫിദ്ദീനാണ്, ലക്കും ദീനുക്കും വലിയ ദീനാണെന്നൊക്കെ പറയും. ഇവർക്ക് അധികാരം കിട്ടിയാൽ അവരെന്താ ചെയ്യാന്നാണ് ഇപ്പൊ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് അധികാരമുള്ള സ്ഥലങ്ങളിൽ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ആളുകളെ ഇതേ നിയമം അനുസരിച്ച് കൊന്നു തള്ളുന്നതിന്റെ കാരണമാണ് ഇപ്പൊ ഉസ്താദ് പറഞ്ഞത്. കാരണം അവർക്ക് അവിടെ അധികാരമുണ്ട്, ഇസ്ലാമിന്റെ നിയമം നടപ്പിലാക്കാൻ ഖാദിയർക്ക് അവകാശമുണ്ട്, അതുകൊണ്ട് അത് ചെയ്യും. ഇനി കൊന്നാ മാത്രം മതിയോ? കൊന്നാൽ തീരുമോ ഇവരുടെ പകയും വെറുപ്പും? തീരൂല. അങ്ങനെ അവന്റെ ഉടലും തലയും വേറെയാക്കിയിട്ട് അവനെ വേറെ തന്നെ കൊണ്ടുപോയി അതാ മുസ്ലിമീങ്ങളെ മൈതാനിയിൽ മറവ് ചെയ്തിട്ട് ആ മറവ് ചെയ്യുന്ന കബറ് ആനായ സഫീമാമതങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ കബർ അല്പം പൊക്കി വെക്കണം. മനസ്സിലായോ? അപ്പം തല വെട്ടിയെടുത്താൽ പോരാ, തലയും ഉടലും വേറെ വേറെ സ്ഥലത്ത്, അതായത് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി തലയും ഉടലും വേറെ വേറെയാക്കി മറവ് ചെയ്യുകയും
എന്നിട്ട് ആ ഖബർ ഒരല്പം മറ്റു ഖബറുകളിൽ നിന്ന് പൊക്കി വെക്കുകയും വേണം. എന്തിനാ? പള്ളിയിൽ വരുന്ന എല്ലാവരും കാണണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഇസ്ലാമിക കോടതി തലവെട്ടിയിട്ട് 2 പീസാക്കി കുഴിച്ചിട്ടിരിക്കുന്ന ഒരു, ഇദ്ദേഹം പറയുന്ന വാക്കുകൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ആ തരത്തിലുള്ള ഒരു മനുഷ്യന്റെ, ഒരു വെറുക്കപ്പെട്ടവന്റെ മൃതശരീരം മടക്കം ചെയ്തിരിക്കുകയാണ് ഇവിടെ എന്ന് പള്ളിയിൽ വരുന്ന എല്ലാ മുസ്ലിങ്ങളും കാണണം. നാളെ ഞാൻ നിസ്കാരം ഒഴിവാക്കിയാൽ എന്നെയും ഇതുപോലെ കുഴിച്ചിട്ട് കെട്ടിപ്പൊക്കി വെക്കും എന്ന പേടി ഈ മനുഷ്യരിൽ ഉണ്ടാക്കുക, മറ്റുള്ളവർക്ക് പാഠമാകാൻ വേണ്ടി എന്നാണ്. കാണുന്നവരൊക്കെ എപ്പോഴും ഇങ്ങനെ പറയണം, നിസ്കരിക്കായിട്ട് അതാ ഇസ്ലാമിക കോടതി കൊന്നിട്ടുള്ള, നിസ്കരിക്കായിട്ട് കൊല്ലപ്പെട്ടു പോയ തെമ്മാടിയുടെ ഖബറാണത് എന്ന് ജനങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഖബർ അല്പം പൊക്കി വെക്കണമെന്നല്ലേ ഫതുഹുൽ മുഈൻ പറഞ്ഞത്. അപ്പൊ നിസ്കരിക്കാത്തവന്റെ കാര്യത്തിൽ തീരുമാനമായി. മുർത്തദിന്റെ കാര്യത്തിൽ കൊല്ലണം, നിസ്കരിക്കാത്തവനെ കൊല്ലണം. ഇതുകൊണ്ട് ഇവർ നിർത്തുവോ? ഇവിടെ ഉണ്ടായിരുന്ന ഒരു പരമ്പരാഗത സുന്നി പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്ന വിഭാഗമായിരുന്ന സമസ്ത പിളർന്ന്, അതിനെ പിളർത്തി, അതിൽ നിന്ന് പുതിയ ഒരു ആശയധാരയായി പുറത്തു വന്ന AP വിഭാഗത്തിന്റെ തലവനും അതിന്റെ അടുത്ത അനുയായിയായിരുന്ന പേരോട് പറയുന്ന വയല് നിങ്ങൾ കേട്ടോളി. ഒരു യഥാർത്ഥ ത്വരീഖത്ത് അല്ലെങ്കിൽ യഥാർത്ഥ സുന്നി വിശ്വാസം, യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്നതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരു വിഭാഗം, ഒരാശയ വ്യത്യാസമുള്ള ആശയധാര, ഇപ്പൊ AP ആയിട്ട് സുന്നി പിളർന്നപ്പോൾ അതിലെ ഒരു വിഭാഗം പോലെ ഇനി AP വിഭാഗത്തോട് ചേർന്ന് നിന്നിരുന്ന ആളുകൾ, അവർക്ക് ഇവരോട് അഭിപ്രായ വ്യത്യാസമുണ്ടായി, അവർ മറ്റൊരു വഴി തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോയാൽ അവർ അവരുടെ ഇസ്ലാമിനെ ഇവരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ മനസ്സിലാക്കുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്താൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഉസ്താദ് പറയും. ഓമശ്ശേരി എന്ന് പറയുന്ന കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു പ്രദേശത്ത് AP വിഭാഗത്തിന്റെ ആശയത്തിലുണ്ടായിരുന്ന കുറച്ച് പേർ AP-യുടെ ഒരു വിഭാഗത്തിൽ നിന്ന് വിട്ടുപോയി അവർ മറ്റൊരു സൂഫി തരീഖത്ത് സ്വീകരിക്കുകയും അതിൽ കുറച്ചുകൂടി വിശാലാർത്ഥത്തിൽ മനുഷ്യരെ പരിഗണിക്കുന്ന തരത്തിൽ അതിനെ അവർ ആ രീതിയിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും അങ്ങനെ ജീവിക്കുകയും അങ്ങനെ ഒത്തുകൂടുകയും കാര്യങ്ങൾ ആശയം സംഭാഷണങ്ങൾ നടക്കുകയും ചെയ്ത സമയത്ത് നേർക്കുനേർ മറുപടി പറയാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും അതിനൊന്നും തയ്യാറാവാതെ ഈ മൊയ്ലിയാര് ഈ പേരോടിനെ കൊണ്ടുവന്ന് അവിടെ ആശയ പ്രഖ്യാപന സമ്മേളനം നടത്തിയിട്ട് ഈ തരത്തിലുള്ള ത്വരീഖത്തിലേക്ക് പുതിയ ത്വരീഖത്ത്, AP-നെ വിട്ട് വേറെ ത്വരീഖത്ത് പോയാൽ അത് കള്ളത്വരീഖത്ത്, അങ്ങനെയാണ്. AP-ന്റെ കൂടെ ആണെങ്കിൽ നല്ല മുന്തിയ ത്വരീഖത്ത്, AP-നെ വിട്ട് വേറൊരു വഴിക്ക് പോയാൽ അത് കള്ളത്വരീഖത്ത്. വിശ്വാസികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, മുർത്തദിനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെ പോകുമ്പോൾ അവിടെ വന്ന് ഇദ്ദേഹം പ്രസംഗിക്കുന്ന പ്രസംഗം അതുകൂടി നിങ്ങളൊന്ന് കേൾക്കണം. സഹാബത്തിനെയും റസൂലുള്ളാഹിനെയൊക്കെ ശരീഅത്തിന്റെ പ്രധാനം വാദിച്ചുകൊണ്ട് ഒരു വ്യാജനും ഇവിടെ ക്ലാസ് എടുക്കണ്ട. അത് പറയാൻ ഇയാളാരാണ്? ഇദ്ദേഹം മനസ്സിലാക്കിയതിന് പ്രകാരമല്ലാതെ ഇവരുടെ AP വിഭാഗത്തിന്റെ ആശയത്തിന് വിരുദ്ധമായി ഒരുത്തനും ഇവിടെ ക്ലാസ് എടുക്കണ്ട എന്ന് പരസ്യമായിട്ട് പൊതുവേദിയിൽ പറയാൻ ഇദ്ദേഹത്തിന് ആരധികാരം കൊടുത്തു? അങ്ങനെ ചെയ്താൽ അങ്ങനത്തെ ആൾക്കാരെ എന്താണ് ചെയ്യേണ്ടത് എന്ന് കിതാബ് വായിച്ച് ഇമാമുമാര് പണ്ട് എന്താണ് ചെയ്തിരുന്നത് എന്ന് ഇദ്ദേഹം പറഞ്ഞുതരാണ്. AP വിഭാഗത്തിൽ നിന്ന് വ്യതിചലിച്ച് പുതിയ ഒരു ആശയധാരയായിട്ട് ഏതെങ്കിലും മുസ്ലിം വിഭാഗത്തിലെ അത്രയും ദിവസം ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവർ വ്യതിചലിച്ചു പോയാൽ അവരെന്താ ചെയ്യേണ്ടത് എന്ന് ഉസ്താദ് ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി കേട്ടോളൂ. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പറഞ്ഞ കുറെ വേഷധാരികളില്ലേ, ഏത് ഞാൻ ശൈത്താനെന്ന് പറഞ്ഞു വരുന്നത്, അങ്ങനത്തെ വരെ അടിച്ചോടിച്ചതാ പഴയ മഹാന്മാർ. അത് കേൾക്കണോ? ഫതാവൽ ഹദീസിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയാം, ഇബ്നു ഹജർ തങ്ങൾ പറയാൻ ഒരു വ്യാജം വന്നിട്ട് ശരിയായ ശേഷി അടിച്ചങ്ങോട്ട് ഓടിച്ച് എങ്ങനെ അടിച്ചെന്നാ പറയാൻ പോകും. ഇനി നിങ്ങൾ ഒരു സുന്നി വിഭാഗം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു ഷെയ്ഖ് ഞാൻ ഷെയ്ഖാണെന്നും പറഞ്ഞു മാറി പോകുന്നു. അപ്പൊ അയാളെ എങ്ങനെയാണ് പണ്ട് കാലത്തെ ഷെയ്ഖന്മാർ കൈകാര്യം ചെയ്യുന്നത്? യഥാർത്ഥ ഷെയ്ഖ് ഡ്യൂപ്ലിക്കേറ്റ് ഷെയ്ഖന്മാരെ കൈകാര്യം ചെയ്തിരുന്നത് എന്തിനാ ഈ ക്ലാസ് എടുത്തു കൊടുക്കുന്നത്? AP വിഭാഗം വിട്ടു പോകുമ്പോൾ AP വിഭാഗത്തിന്റെ ശരിക്കുള്ള ഷെയ്ഖായിട്ടുള്ള ഷെയ്ഖ് അബൂബക്കർ, AP അബൂബക്കറിൽ നിന്ന് വ്യത്യസ്തമായ വഴി സ്വീകരിച്ച് AP വിഭാഗത്തിൽ ആരെങ്കിലും പോയാൽ അവരെ നിങ്ങൾ എറിഞ്ഞോടിക്കണം, നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കരുത് എന്ന് ഭംഗ്യം നരേണ ആഹ്വാനം ചെയ്യാണ്, ഇൻഡയറക്റ്റ് ആയിട്ട് ആഹ്വാനം ചെയ്യാണ്. ഇങ്ങനത്തെ ആൾക്കാർ വരും എന്ന് കിതാബിലുണ്ട്. അങ്ങനത്തെ ആൾക്കാർ വന്നപ്പോൾ പണ്ട് കാലത്തുള്ള ആൾക്കാർ എന്താണ് ചെയ്തിരുന്നത് എന്നും കിതാബിലുണ്ട്. ഇത്രയും അറിഞ്ഞാൽ പോരെ? കിതാബിലുള്ളതും പണ്ട് ഇമാമുമാര് ചെയ്തതും അത് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ തലയിൽ കെട്ടി നടക്കുന്നത്, അല്ലെ? ഇൻഡയറക്റ്റ് ആയിട്ട് ആളുകളെ ആക്രമിക്കാനും കൊലപ്പെടുത്താനുള്ള ആഹ്വാനമാണ് ഈ തരം കാര്യങ്ങളിലൂടെ ഒക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോളൂ. ഇബ്നു അബിൽ ഹമായിൽ തങ്ങൾ പേർഷ്യയിൽ ഒരു നാട്ടിൽ ദിമ്യാത്തിന്റെ അടുത്തൊരു നാട്ടിൽ അപ്പണ്ട് ഒരു സൂഫി വേഷം കെട്ടിയവൻ, സൂഫി വേഷം കെട്ടലാണല്ലോ വ്യാജം തിരികെ, ഒരു സൂഫി വേഷം കെട്ടിയവൻ വന്നിട്ട് അന്നാട്ടുകാരെ മുഴുവനും പറ്റിച്ചു. എങ്ങനെ? ഇവൻ കുറെ അത്ഭുതം കാണിക്കുന്നു സാധാരണ
സാധാരണക്കാർക്ക് തോന്നും ഈ അത്ഭുതമൊക്കെ കാണും ഇതൊക്കെ കറാമത്തല്ലേ, പിന്നെന്താ ഇയാൾ ഒലിയല്ലാണ്ട് സാധാരണക്കാർ കിട്ടൂ. അങ്ങനെ നാട്ടിലുള്ള കുറെ ആളുകൾ അവന്റെ പിന്നാലെ പറ്റി. ഇയാളോ ഇയാൾക്കൊണ്ട് ദിക്റിന്റെ ഹൽക്കൈ മജീലിസൊക്കെ. ഇതൊക്കെ നിങ്ങൾ ഒരു സംയുക്ത സുന്നി ആയിരുന്നിടത്തുനിന്ന് AP അബൂബക്കർ മുസ്ലിയാർ ഇങ്ങോട്ട് വന്നിട്ട് CM-ന്റെ കറാമത്ത് പറഞ്ഞു പോയി AP സ്വന്തം തന്നെ ഷെയ്ഖായി കറാമത്തും കാണിച്ച് വൃക്ക തകരാറിലായിട്ടുള്ള സത്താറിന്റെ ഡയാലിസിസ് വരെ നിർത്തിക്കാൻ പരുവത്തിൽ പോന്ന ഷെയ്ഖായിട്ട് അയാൾ സ്വയം അവരോധിച്ചില്ലേ? അയാൾ വഴിപഴിച്ചു പോയില്ലേ? അറിയില്ല. പക്ഷെ അദ്ദേഹമാണ് യഥാർത്ഥ ഷെയ്ഖ് കേട്ടോ. ഇപ്പം അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരാണ് വഴിതെറ്റി പോകുന്ന പിഴച്ച തരീക്കത്തുകാർ. അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു പണ്ടത്തെ ഇമാമ്? അങ്ങനെ ഉണ്ടല്ലോ നമ്മളെ പണ്ഡിത സഭയൊക്കെ ചിലപ്പോ അങ്ങോട്ട് അടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും ദിക്റ്. ഇയാൾക്കൊണ്ട് ദിക്റ് ശൈഖുന ദിക്റ് നടത്തുന്ന ഒരു പള്ളി, അവിടെ ഇയാൾക്കൊണ്ടൊരു ദിക്റിന്റെ മജ്ലിസ്. വലഹൂബിഹിയായ മജ്ലിസു ദിക്റിൻ ഫഫീ ലൈലത്തിൻ ഫറഗ ശൈഖുനാ മിൻ മജ്ലിസിഹി. ശൈഖുന ഒരു ദിവസം മൂപ്പരെ മജ്ലിസ് തീർന്നപ്പോ ഔലൈകലം യബ്ലുഗു, ഈ മറ്റേ വ്യാജ ശൈഖിന്റെ ദിക്റിന്റെ മജ്ലിസ് കഴിഞ്ഞിട്ടില്ല, ഉസ്താദിന്റെ മജ്ലിസ് കഴിഞ്ഞു. അപ്പൊ AP ഉസ്താദിന്റെ മഹല്ലിലെ വേറെ തരീക്കത്തുകാർ ഇതെല്ലാം ഇങ്ങനെ സാങ്കല്പികമായിട്ട് കഥ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. ഇതിനെ രണ്ടിനെയും കൂടിയും ഒപ്പിച്ച് പറഞ്ഞു കൊടുക്കാണ്. ബാക്കി ഇനി അവിടുത്തെ വള്ളിച്ചെരിപ്പുകൾ ചെയ്യണം. എന്തുകൊണ്ടാണ് ഞാൻ വള്ളിച്ചെരിപ്പ് എന്ന് ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പം മെയിൻ ഉസ്താദിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടും പ്രാർത്ഥന കഴിഞ്ഞിട്ടും ദിക്ർ കഴിഞ്ഞിട്ടും വ്യാജ തരീക്കത്തുകാരന്റെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ മെയിൻ ഇമാമ് ഒറിജിനൽ ഷെയ്ഖ് പറഞ്ഞു, ഷെയ്ഖിന്റെ ചെരുപ്പുകളോട് അല്ലെങ്കിൽ ഷൂവിനോട് പറഞ്ഞു, എടാ ഷൂവേ ഓടിച്ചെന്നിട്ട് മറ്റോനെ അടിച്ചോടിക്കടാ എന്ന് ഒറിജിനൽ ഷെയ്ഖ് പറഞ്ഞു. വ്യാജ തരീക്കത്തുകാരനെ തല്ലി ഓടിക്കടാ എന്ന്. ആരോട്? ഷെയ്ഖിന്റെ ഷൂവിനോട്. കേട്ടോളി. കുറച്ചേരം ഒന്ന് ശ്രദ്ധിച്ചു. അവരെ അവരെ വർത്താനം ധരിക്കുന്ന ഒരു ഷൂ, ആ ഷൂവിനോട് പറഞ്ഞു, ഷൂവിനോട് പറഞ്ഞു, എടോ ഷൂ പോയിക്കോ ആ ഷെയ്ഖിന്റെ അടുത്ത് ചെല്ലും. അവൻ കള്ളം പറയുന്ന ഷെയ്ഖാണെങ്കിൽ ഇത്രയൊന്നും നോക്കണ്ട. 4 ചെവടക്ക് കൊടുക്കും, അടിച്ച് പള്ളിന്ന് പോട്ടവന്. ഷൂനോടാ പറയും. ഈ ഷൂവിനോട് പറഞ്ഞ കഥ കിതാബിൽ പാതി നോക്കി വായിക്കുന്ന പേരോട് പ്രതീക്ഷയോടെ അണികൾ മുന്നിലിരിക്കുന്ന വള്ളിച്ചെരുപ്പുകളോട് പറയാണ്, നമ്മളെ ഷെയ്ഖിന്റെ മഹല്ലില് വേറെ വ്യാജ തരീക്കത്തുകാര് ഓമശ്ശേരിയിൽ കുറച്ച് പേരുണ്ടായി വന്നിട്ടുണ്ട്. അപ്പൊ പണ്ട് ആ ഷെയ്ഖ് ഷൂവിനോട് പറഞ്ഞ മാതിരി മുന്നിലിരിക്കുന്ന വള്ളിച്ചെരുപ്പുകളെ പോയിട്ട് നിങ്ങളെയൊക്കെ അവരെ അടിച്ച് നിലം പരിശാക്കണം, ചെകിടക്ക് 2 കൊടുക്കണം, അവരെ അവിടുന്ന് നാട്ടിൽ നിന്ന് ഓടിക്കണം എന്ന് കൃത്യമായി അക്രമത്തിന് ആഹ്വാനമാണ് ഈ ചങ്ങാതി ചെയ്യുന്നത്. ഇതിന് കിതാബ് നോക്കി പണ്ട് കാലത്തുണ്ടായ സംഭവം ഇന്ന് കാലത്തുള്ള സംഭവത്തിനോട് സാമ്യമായി വന്നപ്പോൾ അന്ന് കാലത്തുണ്ടായിരുന്ന ഷെയ്ഖിന്റെ അനുയായികൾ ചെയ്തത് എന്തായിരുന്നു എന്ന് ഇന്ന് കാലത്തെ ഷെയ്ഖിന്റെ അനുയായികളോട് പറഞ്ഞു കൊടുക്കുന്നത് അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കൽ തന്നെയാണ്. അപ്പൊ അത് കേട്ടോണ്ടിരിക്കുന്ന ഷെയ്ഖന്മാരുടെ മുരീദുമാരിൽ, AP-യുടെ മുരീദിൽ, പേരോടിന്റെ മുരീദന്മാരിൽ അന്നത്തെ ഷെയ്ഖിന്റെ ഖാദിമായിട്ടുള്ള ആ ഷൂവിന്റെ അത്രയെങ്കിലും ഭക്തി, എനിക്ക് അത്രയെങ്കിലും കാര്യം ദീനിന്റെ കാര്യത്തിൽ ഷെയ്ഖിന് വേണ്ടി ഞാൻ ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും വള്ളിച്ചെരുപ്പ് ഇവിടുന്ന് ഇറങ്ങി ഇപ്പോഴുള്ള വ്യാജ തരീക്കത്തുകാരനെ ചെകിളക്ക് 2 കൊടുത്താൽ ഉസ്താദ് ഹാപ്പിയായി. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇതൊക്കെ അവിടെ സംഭവിച്ചു എന്നുള്ളത് മറ്റൊരു സംഭവം. അപ്പോ അതങ്ങ് പറഞ്ഞപ്പോ ഫലം ശരിയായ ഷെയ്ഖായ നമ്മളെ ഉസ്താദ് അത് പറയുന്നത് കേട്ട ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോഴേക്ക് ഷൂ ഓടിപ്പോയിരിക്കുന്നത് കൊടുത്തിട്ട് എവിടക്ക് ഈ ഷൂ പോയിട്ട് അടിക്കുന്നു. അരേ ഈ വ്യാജനെ അടിച്ചു. അവൻ ഇറങ്ങി ഓടി. അവന്റെ ആൾക്കാർ ഓടി. അവന്റെ കുറെ ആൾക്കാരുണ്ടല്ലോ, ഒക്കെ ഓടി. ജാമ്യം പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയി. ഉമ്മമിനൽ ബലദി, പിന്നെ നാട്ടിൽ നിന്നും പുറത്തു പോയി. വലം ഞാലം പിന്നെ ഇങ്ങോട്ട് പോയെന്ന് ഞാൻ അറിയില്ല. അപ്പൊ അങ്ങനെ മുന്നിലിരിക്കുന്ന വള്ളിച്ചെരുപ്പുകളോട് പറയാണ്, പണ്ടത്തെ ഷെയ്ഖിന്റെ ഷൂവിനെ പോലെ നിങ്ങൾ ഊർജ്ജസ്വലരായി ചാടി എഴുന്നേക്കൂ. ഇപ്പത്തെ നമ്മുടെ ഷെയ്ഖിന്റെ തരീക്കത്തിന് വിരുദ്ധമായ തരീക്കത്തുമായിട്ട് രംഗപ്രവേശം ചെയ്തിട്ടുള്ള വ്യാജ തരീക്കത്തുകാരെ, വള്ളിച്ചെരുപ്പുകളെ നിങ്ങൾ അടിച്ചോടിക്കൂ. നിങ്ങൾ കണ്ടില്ലേ ഷെയ്ഖിന്റെ കഥ കിതാബിലുള്ളത് എന്നാണ് ഇച്ചങ്ങാതി പറയുന്നത്. അങ്ങനെ അടിച്ചോടിച്ചാൽ മതിയോ? കുറച്ചുകൂടി വൃത്തിയായിട്ട് അവരെ കൊല്ലുകയാണ് വേണ്ടത് എന്ന് കിതാബിലെ ഇബാറത്ത് വായിച്ചിട്ട് മലയാളം പറയാതെ വിഴുങ്ങി ബാക്കി നിങ്ങൾ ഉസ്താദ്മാരോട് ചോദിച്ചിട്ട് വേണ്ടത് ചെയ്തോളിയും എന്ന് പറയുന്ന, ആളെ കൊല്ലാൻ കിതാബിൽ നിന്ന് ഇബാറത്ത് വായിച്ച് അണികളെ പ്രേരിപ്പിക്കുന്ന പേരോടാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടോളി. ഇങ്ങനെ കുറെ എണ്ണം സൂഫിയത്തിന്റെ വേഷം കെട്ടിയിട്ട് ശരിയായ ആലിമീങ്ങളെയും മശായിഖന്മാരെയും തള്ളിപ്പറഞ്ഞ് നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട. അവര് ചില അത്ഭുതവും കാണിക്കും. ഈ അത്ഭുതത്തിൽ പെട്ടുകൊണ്ട
ദജ്ജാൽ എന്തെല്ലാം അത്ഭുതം കാണിക്കും? അതാണ് എനിക്ക് കാന്തപുരത്തിന്റെ അണികളോട് പറയാനുള്ളത്. അത്ഭുതത്തിൽ പെട്ടുകൊണ്ട 3 ഡയാലിസിസ് ചെയ്യുന്ന സത്താറ് ഒന്നും വേണ്ട 3 വേണ്ട എന്നൊക്കെ ഷെയ്ഖ് കുത്തിരുന്ന് പറയും. അതൊക്കെ വെറും കൺകെട്ടാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഒരു സത്താറും ഇല്ല, അങ്ങനെ ഒരു കറാമത്തും ഇല്ല. ഇതേ പേരോട് AP അബൂബക്കർ മുസ്ലിയാർ ഇരിക്കണം അവിടെ പെയ്യില്ല മഴ എന്ന് പറഞ്ഞ അനുഭവം കോരിത്തെരിപ്പോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്ഭുതം കാണിക്കും, ദജ്ജാലിനും കാണിക്കാം. അപ്പൊ ഇനി കാന്തപുരം ആരെ ഉദ്ദേശം നമുക്കറിയില്ല. അപ്പൊ അതിലൊന്നും പെട്ടുപോണ്ട. എന്തായാലും ഇങ്ങനെ വരുന്ന ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ എഴുതി വെച്ചിട്ടുള്ളത് എന്ന ഇബാറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഇബാറത്ത് കേട്ടോളി. ഇത് പല നാട്ടിലും ഇങ്ങനത്തെ ആശയങ്ങൾ പരന്നിട്ടുണ്ട്. അതിന്റെ നാശം അതാ വിവരമില്ലാത്ത പലർക്കും വലിയ നാശം അതുകൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനത്തെ വർത്തമാനം വല്ലവനും പറഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്തും ഇസ്ലാമിക കോടതിയും ഇസ്ലാമിക ഭരണവുമുള്ള സ്ഥലത്താണെങ്കിൽ നാം വാദിക്കുന്നവനെ എന്ത് ചെയ്യണോ? ഇബാറത്ത് മാത്രമേ വായിക്കുള്ളൂ. കാരണം ഇന്നത്തെ കാലത്തും ഇവർ പറയും ഇസ്ലാമിക രാജ്യം ഉണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ ഖലീഫ ഉണ്ടെങ്കിൽ, ഇസ്ലാമിക നിയമം ഉണ്ടെങ്കിൽ. അല്ല എന്റെ ചങ്ങാതിമാരെ, ഇത് ഇന്ത്യ രാജ്യമാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ? ഇവിടെ ഒരാൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും, ഇഷ്ടമുള്ള ത്വരീഖത്തിൽ പോകാനും ത്വരീഖത്തിൽ നിന്ന് മാറിപ്പോകാനും, AP-യുടെ കൂടെ നടക്കാനും AP-യിൽ നിന്ന് വിട്ടുപോകാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ അങ്ങനെ AP വിഭാഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന വ്യാജ ത്വരീഖത്തുകാരെ കൊല്ലണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് പറയേണ്ട എന്ത് കാര്യമുള്ളത്? അണികളെ പ്രചോദിപ്പിക്കല്ലേ? അതിലൊരുത്തൻ പോയിട്ട് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ ഹാപ്പി അല്ലേ? ഇതല്ല നിങ്ങളുടെ ഉദ്ദേശം. ഈ സംസ്കാരം നിങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ടല്ലേ അസഹിഷ്ണുത പൂണ്ട അണികൾ ആളെ കൊല്ലാനും ആക്രോശിക്കാനും ഭീഷണിപ്പെടുത്താനും തെറി വിളിക്കാനും രാത്രി ഉറക്കൊഴിച്ചിരിക്കുന്നത്? പേരോടിന് ഉത്തരവാദിത്തമില്ലേ? AP അബൂബക്കർ മുസ്ലിയാർക്ക് ഉത്തരവാദിത്തമില്ലേ? AP വിഭാഗത്തിന്റെ അണികൾ ചെറിയ കുട്ടികൾ മുതൽ കാണിക്കുന്ന ഈ സംസ്കാരത്തിന് ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇവർ പഠിപ്പിച്ചതാണ് ഈ അണികൾ ചെയ്യുന്നത്. ഇവരുടെ പ്രേരണയാലാണ് ഇവർ ആക്രമിക്കുന്നത്. അത് പറയാനാ ഞാനിത് പറഞ്ഞത്. ഇത് കേട്ടോളി. ഞാൻ പറഞ്ഞില്ല, അത്രത്തോളം ഗൗരവമുണ്ട് ഈ വാദം. മനസ്സിലായില്ലേ? അതുകൊണ്ട് അത്തരത്തിലുള്ള വാദങ്ങൾ ഈ വ്യാജ ത്വരീഖത്തുകാർ ഉന്നയിക്കുകയാണ്. മനസ്സിലായില്ലേ? ബാക്കിയുള്ളതിന്റെ ഒക്കെ അർത്ഥം പറയാൻ പറ്റുന്ന ആൾക്ക് അവരെ കൊന്നുകളയലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പറയാൻ മലയാളത്തിൽ നാക്ക് പൊങ്ങാത്തത് എന്തുകൊണ്ടാ? അപ്പൊ മുത്താലിമീങ്ങള് തിരിയാത്ത മുത്താലിമീങ്ങളിനെ ആലിമിനോട് ചോദിക്കും. തക്ബീർ വിളിക്കാൻ മാത്രം പഠിച്ചിട്ടുള്ള കുട്ടികൾ മുത്താലിമിനോട് ചോദിക്കും, എന്താണ് ഇപ്പൊ ആ പേരോട് പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനത്തെ ആൾക്കാരെ കൊല്ലണം എന്നാണ്. ഇത് കേട്ട് ഭ്രാന്തളകി നടക്കുന്ന ഒരു കൂട്ടമായിട്ട് AP വിഭാഗത്തിലെ ഒരു വിഭാഗം മാറിപ്പോകുന്നുണ്ടെങ്കിൽ ചങ്ങലക്കിടേണ്ടത് അണികളെയല്ല. ഇതുപോലെ മതഭ്രാന്ത് മൂത്ത് പഴുത്ത് അണികളെ മനുഷ്യരെ കൊല്ലാനും ആക്രമിക്കാനും ബഹിഷ്കരിക്കാനും വെറുക്കാനും പ്രേരിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന, ആഹ്വാനം ചെയ്യുന്ന ഇതുപോലെയുള്ള മത പണ്ഡിത വേഷം കെട്ടിയ വിഷജന്മങ്ങളെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല. പേരോടെ നിങ്ങൾ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? നിങ്ങൾ ഇനിയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വയലുകൾക്കിടയിലൂടെ നിങ്ങൾ കുത്തി നിറച്ച വർഗീയ വിഷം നമ്മൾ ഓരോന്നോരോന്നായിട്ട് പുറത്തെടുക്കും. AP വിഭാഗം ഇവിടെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ പോലും പ്രചരിപ്പിക്കുന്ന വെറുപ്പിന്റെ അളവും ആഴവും, ജനാധിപത്യ വിരുദ്ധതയുടെ, ഭരണഘടനാ വിരുദ്ധതയുടെ, നിയമത്തോട് ഉള്ള വെല്ലുവിളിയുടെ, നിങ്ങളുടെ കിതാബ് വായിച്ചാലും ഇബാറത്ത് വായിച്ചാലും നിങ്ങൾ പറയുന്നതും ആഹ്വാനം ചെയ്യുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? എന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ നിങ്ങളുടെ അണികളാണ് നിങ്ങളുടെ കച്ചവടത്തെ പറയുമ്പോ വീട്ടിൽ കയറി വെട്ടും എന്ന് പറഞ്ഞിട്ട് വാളെടുക്കുന്നത്, വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ തെറി വിളിക്കുന്നത്. നിങ്ങൾ പഠിപ്പിച്ച സംസ്കാരം, നിങ്ങൾ പകർന്നു കൊടുക്കുന്ന സംസ്കാരം, നിങ്ങൾ അവരിൽ പരിപോഷിപ്പിക്കുന്ന സംസ്കാരം, നിങ്ങൾ അവരെ പ്രേരിപ്പിക്കുന്നത് ഇതിനാണ്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കച്ചവടത്തിന് കാവൽ നിൽക്കുന്ന ചില ഗുണ്ടകളെയാണ്. ആ ഗുണ്ടകളെ മതവേഷം കെട്ടിയും അല്ലാതെയും നിങ്ങൾ തീറ്റിപ്പോറ്റുന്നു എന്ന് തന്നെയാണ് ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വൃത്തികേടുകൾ കിതാബിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഒരു രാജ്യത്ത്, ഇതുപോലെ ഒരു നാട്ടിൽ വിളിച്ചു പറയേണ്ട കാര്യം എന്താണ്? അതുകൊണ്ട് ഇത് ഒന്നൊന്നുമല്ല, കുറെ അധികമുണ്ട്. നിങ്ങളെ ശിഷ്യഗണങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ ഇനിയും കുറേ സാധനങ്ങൾ പേരോടിൻ്റെതും കാന്തപുരത്തിൻ്റെതും പകരയുടേതും ഒക്കെ ആയിട്ട് ഇതിനേക്കാളും മുതിർന്ന കൊടിയ വിഷം പേറുന്ന AP പണ്ഡിതന്മാർ വേറെയുമുണ്ട്. അതൊക്കെ നമുക്ക് പതിയെ പുറത്തു കൊണ്ടുവരാം. നിങ്ങൾ ഇവിടെ മതം എന്ന് പറഞ്ഞ്, നിങ്ങൾ ഇവിടെ സമസ്ത എന്നും പറഞ്ഞ്, നിങ്ങൾ ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നും പറഞ്ഞിട്ട് മനുഷ്യരുടെ ചെറിയ കുരുന്നു കുട്ടികളുടെ തലച്ചോറിലേക്ക് കുത്തി നിറക്കുന്നത് എത്രമേൽ ഭീകരമായിട്ടുള്ള വെറുപ്പാണെന്നും വർഗീയതയാണെന്നും നമ്മൾ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട്. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് ചെയ്യാൻ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. അത് ചെയ്യരുത്, ചെയ്താൽ കൊന്നുകളയും എന്നാണല്ലോ നിങ്ങളുടെ അണികളുടെ ഭീഷണി. എന്നാ പിന്നെ രണ്ടിലൊന്നും നടക്കട്ടെ എന്ന് വിചാരിക്കാനല്ലേ നമുക്ക് പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഈ പ്രവർത്തനം ഇതുപോലെ തുടരും. നിങ്ങളുടെ അണികൾ എത്രമേൽ നമുക്ക് പ്രചോദനം തരുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ പഴയ ക്ലിപ്പുകളും
നിങ്ങളുടെ തട്ടിപ്പുകളും നിങ്ങളുടെ കൃത്രിമങ്ങളും നിങ്ങൾ ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ച് നിങ്ങളുടെ സമസ്ത വളർത്തുന്നതും നിങ്ങളുടെ കബറും മുടിക്കും തെളിവുണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ പതിയെ പതിയെ പുറത്തിടാം. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെയുള്ള ക്ഷമ കാണിക്കുക, കാത്തിരിക്കുക. തക്ബീർ വിളിച്ച് മാത്രം പരിചയിച്ചിട്ടുള്ള അണികൾ ഇവിടെ വന്നിട്ട് സഹീഹ് ബുഖാരിയിലെ AP ഉസ്താദ് പഠിപ്പിച്ചെന്ന ഹദീസിന്റെ വാചകങ്ങളാണെങ്കിലും കമന്റ് ഇട്ട് ഇവിടെ മെഴുകുക. അതല്ലാതെ ഇനി വേറെ പാർഗൊന്നുമില്ലല്ലോ നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. നമുക്ക് വീണ്ടും മറ്റു വിഷയങ്ങളുമായിട്ട് നാളെ സംസാരിക്കാം.